പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റിന് മുന്നോടിയായിട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ, ഓൺലൈൻ രജിസ്ട്രേഷൻ, ഓപ്ഷൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വരുന്ന ജൂൺ 26 വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ജൂൺ 26 മുമ്പ് എഡിറ്റിംഗ് ചെയ്യുന്ന ആളുകളെയാണ് ഇതിന് പരിഗണിക്കുക. നമുക്ക് ഡീറ്റെയിലുകൾ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള കാര്യങ്ങളിൽ നമ്മൾ എഡിറ്റിംഗ് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, MG യൂണിവേഴ്സിറ്റിയുടെ വിവിധ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടി അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഡാറ്റ തിരുത്തലിനും പുതിയ ഓപ്ഷൻ രജിസ്ട്രേഷൻ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് പറയുന്നത്. അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. വ്യക്തിഗതവും അക്കാദമിക് വിവരങ്ങളിൽ തിരുത്തൽ വരുത്തുന്ന നടപടിക്രമം. ആദ്യം ലോഗിൻ ചെയ്ത ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണാം ക്ലിക്ക് ഹിയർ ടു എഡിറ്റ് യുവർ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽ. പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡീറ്റെയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യാൻ പറയണം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം പേജിന്റെ താഴെ നൽകിയിരിക്കുന്ന അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ അവിടെ എന്തൊക്കെയാണ് തിരുത്താനുള്ളതൊക്കെ തിരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നാം അലോട്ട്മെന്റിനായി രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകൾ രണ്ടാം അലോട്ട്മെന്റിന് പരിഗണിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒന്നാം അലോട്ട്മെന്റിന് നിങ്ങൾ കൊടുത്ത കോളേജുകളൊക്കെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷകർ തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പുതിയ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പുതിയ കോളേജുകൾ കൊടുക്കണം. ഒന്നാം അലോട്ട്മെന്റ് ഞാൻ കൊടുത്തിരുന്നു പറഞ്ഞ് രണ്ടാം അലോട്ട്മെന്റ് കാത്തിരുന്നാൽ ഒന്നാം അലോട്ട്മെന്റ് കൊടുത്ത എല്ലാ ഓപ്ഷനും അതിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓപ്ഷനുകൾ തങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഓപ്ഷനുകൾ മാറ്റം വരുത്തിയ ശേഷം അപേക്ഷകൾ ഓപ്ഷനുകൾ സേവ് ചെയ്യണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം, ഓപ്ഷനുകളൊക്കെ മാറ്റം വരുത്തിയിട്ട് ഓപ്ഷനുകൾ സേവ് ചെയ്യാം. തിരുത്തിയ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം ഫൈനൽ സബ്മിഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തിരുത്തിയ വിവരങ്ങളുടെ ഓപ്ഷനുകളിൽ പ്രിന്റ് ഔട്ട് സർവകലാശാലയിൽ സമർപ്പിക്കേണ്ടതില്ല. തിരുത്തലുകൾ നടപടിക്രമം പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകർ നിർബന്ധമായി ലോഗ് ഔട്ട് ചെയ്യുക. ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് അതിൽ പിന്നെ നിങ്ങൾ അഡ്മിഷൻ അത് ബാധിക്കും. അതിൽ പ്രത്യേകിച്ച് NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്, ഇതൊക്കെ +2, +1 ലെവലിലുള്ളതാണോ എന്നുള്ളത് പരിശോധിക്കണം. നിങ്ങളുടെ ഹൈസ്കൂൾ തലത്തിലുള്ള NCC ഈ കാര്യങ്ങളൊന്നും ഇതിന് പരിഗണിക്കില്ല എന്നുള്ള മനസ്സിലാക്കി വെക്കുക. പിന്നെ EWS സർട്ടിഫിക്കറ്റ് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കാൻ മാത്രമായി പരിമിതപ്പെടുത്തിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓൺലൈൻ റിപ്പോർട്ടിങ്ങിന് സമയത്ത് കോളേജ് അധികൃതർ രേഖകളുടെ വിശദമായ പരിശോധന നടത്തുന്നതാണ്. ഓക്കെ, പക്ഷേ ഏതെങ്കിലും പൊരുത്തക്കേട് കണ്ടെത്തിയാൽ അപേക്ഷകൻ അലോട്ട്മെന്റ് നടപടിക്രമത്തിൽ നിന്ന് പുറത്താക്കും. 26-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇതിന്റെ 4 മണിക്ക് മുമ്പ്, ഈ 4 മണി വരെ ഈ സൗകര്യം ലഭ്യമായിരിക്കും. അതിനു മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്യണം. പുതിയ രജിസ്ട്രേഷൻ നടത്തുന്ന സൗകര്യവും ഈ സമയങ്ങളിൽ ലഭ്യമായിരിക്കും. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്കും അതിന്റെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എയ്ഡഡ് അൺഎയ്ഡഡ് പ്രോഗ്രാമുകൾ ഫീസ് ഘടന വെബ്സൈറ്റിൽ റെഫറൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും അതേപോലെ തന്നെ എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി എല്ലാ കോളേജുകളും ഭിന്നശേഷി കോട്ടയിലേക്ക് ഇതിന്റെ കൂടെ അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഡിറ്റിംഗ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. എന്നിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ എഡിറ്റ് ചെയ്യുക, കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് പുതിയ കോളേജ് ഓപ്ഷനുകൾ കൊടുക്കുക. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.